ഡെയിലി ആൻറ്റാസിഡ്സ് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിന് മെഡിസിൻ എടുക്കുന്ന ആളുകളാണ് നമ്മളിൽ പലരും. എന്നാൽ ഇങ്ങനെ റെഗുലറായിട്ട് ആൻറ്റാസിഡ്സ് കഴിക്കുമ്പോഴുണ്ടാകുന്ന സൈഡ് എഫക്ട്സ്, അതിൻ്റെ ദോഷഫലങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ ജിബിന നൈഫ്, കൺസൾട്ടന്റ് ഫിസിഷ്യൻ, വെലീത് ഹോമിയോപ്പതി ക്ലിനിക്. ആമാശയ ഭിത്തിയിലുണ്ടാകുന്ന ഇൻഫ്ലമേഷനാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫലപ്രദമായിട്ട് നമുക്ക് നെഞ്ചെരിച്ചിൽ, പുളിച്ചുകെട്ടൽ, ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ കഴിച്ചു കഴിഞ്ഞിട്ടോ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, അതേപോലെ തന്നെ ചിലർക്ക് ഗ്യാസ്ട്രൈറ്റിസ് ഉണ്ടെങ്കിൽ തലവേദന വരെ വരാറുണ്ട്. ഇതിൻ്റെ എല്ലാം പ്രധാന കാരണം എന്ന് പറയുന്നത് എച്ച് പൈലോറി ഇൻഫെക്ഷനാണ്. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാതിരിക്കുന്നത്, സ്പൈസി ആയിട്ടുള്ള ആഹാരങ്ങൾ ഒരുപാട് കഴിക്കുന്നത്, കൂടാതെ പെയിൻ കില്ലേഴ്സ്, വേദന സംഹാരികൾ ഒരുപാട് കഴിക്കുന്നവർ, പുകവലി, മദ്യപാനം, അതൊക്കെ ഓവറായിട്ടുള്ളവർ, ഇവരിലൊക്കെയാണ് ഗ്യാസ്ട്രൈറ്റിസ് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ് റിലീസ് ചെയ്യുന്നുണ്ട്. അതിനാണ് നമ്മൾ ഗ്യാസ്ട്രിക് ആസിഡ് എന്ന് പറയുന്നത്. ഈ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ പ്രധാന കർമ്മം എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ കറക്റ്റായ രീതിയിൽ ദഹനം നൽകാനും, അതേപോലെ ആ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ടുള്ള എൻസൈംസിനെ ഉത്തേജിപ്പിക്കാനും, ഇനി നമ്മൾ കഴിക്കുന്ന ആഹാര പദാർത്ഥങ്ങളിലാണെങ്കിലും കുടിക്കുന്ന പാനീയങ്ങളിലാണെങ്കിലും എന്തെങ്കിലും ബാക്ടീരിയാസ് ഒക്കെ ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കാനും ഈ ഗ്യാസ്ട്രിക് ആസിഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. സോ നമ്മൾ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് ആൻറ്റിയാസിഡ്സ് എടുക്കുകയാണെങ്കിൽ ഉണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ അളവിലുള്ള കുറവാണ്. ഈ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ അളവ് സ്റ്റൊമക്കിൽ കുറയുകയും അതേപോലെ ബാക്ടീരിയയുടെ അളവ് സ്റ്റൊമക്കിൽ കൂടുകയും ചെയ്യുന്നു. ഇതാണ് നമ്മൾ റെഗുലറായിട്ട് ആൻറ്റിയാസിഡ്സ് എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദൂഷ്യഫലങ്ങളിൽ ഒന്ന്. ഇതുമൂലം നമ്മുടെ ശരീരത്തിന് വേണ്ട പോഷകങ്ങളും ധാതുക്കളും ആവശ്യാനുസരണം കിട്ടാതെ വരുന്നു. രണ്ടാമത്തേത് കാൽഷ്യം, മഗ്നീഷ്യം, അയൺ എന്നീ ധാതുക്കളുടെ അളവ് നമ്മുടെ ശരീരത്തിൽ കുറയുന്നതാണ്. കാൽഷ്യം കുറയുമ്പോൾ നമ്മുടെ ബോൺ ഡെൻസിറ്റി, അതായത് ശരീരത്തിന് വേണ്ടത്ര ബലം കിട്ടാതെ ആകുന്നു. ഓസ്റ്റിയോപോറോസിസ് പോലുള്ള അസുഖങ്ങൾ വരാനായിട്ട് കാരണമാകാറുണ്ട്. അതേപോലെ മഗ്നീഷ്യത്തിൻ്റെ അളവ് കുറയുമ്പോൾ മസിൽ ക്രാംസ്, ക്ഷീണം, ഇതെല്ലാം അനുഭവപ്പെടാറുണ്ട്. അയൺ ഡെഫിഷ്യൻസി വരുമ്പോൾ നമുക്കറിയാം HBയുടെ കൗണ്ട് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. വൈറ്റമിൻ B12 കുറയുന്നതാണ് അടുത്ത ദൂഷ്യഫലം എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നും വേണ്ടത്ര വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലേക്ക് ആഗിരണം ചെയ്തെടുക്കുന്നതിന് ഈ പറഞ്ഞ ഗ്യാസ്ട്രിക് ആസിഡിന് വലിയ പങ്കുണ്ട്. സോ ഈ ഗ്യാസ്ട്രിക് ആസിഡ് സ്റ്റൊമക്കിൽ കുറയുമ്പോൾ വേണ്ടത്ര B12 നമ്മുടെ ശരീരത്തിൽ കിട്ടാതെ വരുന്നു. അത് നമുക്ക് ഒരുപാട് ക്ഷീണം ഉണ്ടാക്കുന്നു, ഓർമ്മക്കുറവ് ഉണ്ടാക്കുന്നു, ന്യൂറോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് വരെ ഉണ്ടാക്കാറുണ്ട്. ചില സ്റ്റഡീസ് പ്രകാരം ഈ ആൻറ്റാസിഡ്സ് നമ്മൾ റിക്കറൻ്റ് ആയിട്ട് എടുക്കുമ്പോൾ കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, അതായത് ക്രോണിക് കിഡ്നി ഡിസീസ് വരെ കാണുന്നതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിന്നീട് നമ്മുടെ കിഡ്നി ഫെയിലറിന് വരെ കാരണമാകാറുണ്ട്. അടുത്ത ദൂഷ്യഫലം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഇമ്മ്യൂണിറ്റി ഇല്ലാണ്ടാവുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഈ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ പ്രധാന ഡ്യൂട്ടീസിലൊന്നാണ് ബാക്ടീരിയാസിനെ ഇല്ലാതാക്കുന്നത്. സോ ഈ ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ അളവ് കുറയുന്നതിൻ്റെ ഫലപ്രദമായിട്ട് ബാക്ടീരിയാസ് അവിടെ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിന് വേണ്ടത്ര ഇമ്മ്യൂണിറ്റി കിട്ടാതെ ആവുന്നു. ഗ്യാസ്ട്രിക് ആസിഡിൻ്റെ കുറവ് വരുന്നത് കൊണ്ട് നമ്മുടെ ബ്ലഡിലെ ഘടകങ്ങൾക്ക് മാറ്റം വരികയും അതിൻ്റെ ഫലപ്രദമായിട്ട് രക്തസമ്മർദ്ദം പലരിൽ കൂടുന്നതായിട്ടും കാണാറുണ്ട്. ഇങ്ങനെ ദീർഘകാലമായിട്ട് ആൻറ്റിയാസിഡ്സ് കഴിച്ച് സ്റ്റൊമക്കിലെ ആസിഡ് ഓൾറെഡി കുറഞ്ഞിരിക്കുന്ന ടൈമിൽ നമ്മൾ പെട്ടെന്ന് ആൻറ്റിയാസിഡ്സിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ ഒരു റീബൗണ്ട് ഹൈപ്പർ ആസിഡിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ടാകുന്നു. അതായത് ആ കണ്ടീഷനിൽ നമ്മുടെ സ്റ്റൊമക്ക് ഓട്ടോമാറ്റിക്കലി ആസിഡ് സെക്രീഷൻ കൂട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ശരീരത്തിന് കൂടുതൽ ബുദ്ധിമുട്ടും അതേപോലെ തന്നെ വേദനയും അസ്വസ്ഥതയും സ്റ്റൊമക്കിൽ പോളിപ്പ് മുതൽ ക്യാൻസർ വരെ വരുന്നതിനുള്ള കാരണമാകുന്നു. ഈ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ അസിഡിറ്റി കുറക്കാനായിട്ട് റെഗുലറായിട്ട് ദീർഘകാലം ഈ ആൻറ്റാസിഡ്സ് എടുക്കാതെ ഗ്യാസ്ട്രൈറ്റിസ് വന്നതിൻ്റെ പ്രധാന കാരണം എന്താണെന്നുള്ളത് കണ്ടെത്തി അതിനെ ട്രീറ്റ് ചെയ്യുകയും അസിഡിറ്റി കുറക്കാനായിട്ട് ജീവിത രീതിയിലും അതേപോലെ നമ്മുടെ ഭക്ഷണക്രമത്തിലും മാറ്റം വരുത്തുകയും ചെയ്യേണ്ടതാണ്. വെലീത് ഹോമിയോപ്പതി, on a mission to cure.